Good morning. How things are going? Hope you're doing great. All right. Thank you so much for joining today's session. In the session, so how was the meditation? And just like every day, നമ്മൾ ഉഷാറായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിലേക്ക് ഇങ്ങനെ റെഡി ആയി വരികയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോ നമ്മളുടെ എല്ലാ ദിവസവും പറയുന്നത് പോലെ നല്ലൊരു ദിവസം നേരം കഴിയട്ടെ, ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം? നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അതിലുള്ള ടൂളുകളെ ഒരു 5 എണ്ണത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് സോഫാർ എങ്ങനെയുണ്ട് ജേണി? നിങ്ങൾ ഹാപ്പിയാണോ? ആർ യു ഹാപ്പി? നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങളുണ്ടോ? സംഗതികളുണ്ടോ? ഹൗ തിങ്സ് ആർ ഗോയിങ്? ആർ യു ഹാപ്പി? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, യു ആർ ഹാപ്പി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഹാപ്പിയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തത് നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടോ? നിങ്ങൾക്ക് ശരിക്കും എനർജി തരുന്നുണ്ടോ? ഈ മോർണിംഗ് സെഷൻസ് എനിക്ക് പേഴ്സണലായിട്ട് ചില ആൾക്കാരെ മെസ്സേജ് അയക്കാറുണ്ട്. മോർണിംഗ് സെഷനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോഴും കൂടി ഞാൻ ഒരു 2 മിനിറ്റ് മുമ്പ്, കുറച്ച് സമയം മുൻപ് ഞാൻ എന്താ വെച്ചാൽ മെസ്സേജസ് വായിച്ചിട്ടുള്ളൂ. മോർണിംഗ് സെഷൻസ് ആർ ബൂസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് സെഷൻ, നമ്മുടെ മോർണിംഗ് സെഷൻസ് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാനിന്നിങ്ങനെ മോർണിംഗിൽ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വൈ ഐ ആം ഡൂയിങ് വാട്ട് ഐ ആം ഡൂയിങ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മൾട്ടി ടാലന്റ് ഉണ്ടാവുക പക്ഷെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. മൾട്ടി ടാലന്റ് ഉണ്ടായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഏറ്റവും വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾ. നല്ല സ്കില്ല്, ഒരുപാട് മേഖലകളിൽ സ്കില്ല്, പക്ഷെ എന്തിലേക്ക് തിരിയണം എന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാണ് ഏറ്റവും സ്ട്രെസ് വരിക എന്ന് പറയും. അപ്പോൾ അതൊരു ഹാർഡ് ട്രൂത്ത് ആണ്. അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൾട്ടി ടാലൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ വൈ ഐ ആം നോട്ട് ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. ഈ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? വൈ ഐ ആം ഡൂയിങ് ദിസ്. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഞാനിങ്ങനെ കുളിക്കുന്ന സമയത്ത് അങ്ങനെ ചിന്ത വരും. ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന സമയമാണ്. പലർക്കും പല ടൈം ഉണ്ടാവും അല്ലേ. അപ്പൊ എനിക്ക് എന്താ വെച്ചാല് തലയിൽ വെള്ളം വീഴുന്ന സമയത്ത്, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണെന്ന് പറഞ്ഞ മാതിരി എന്ന് വെച്ചാൽ ചിലർക്ക് ഓരോ സമയത്ത് ആ ചിന്തകൾ വരും. അപ്പൊ എനിക്ക് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ചിന്ത വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തിനാണ് ഞാനിത് ചെയ്യേണ്ടത്? വൈ ഷുഡ് ഐ കണ്ടിന്യൂ ഡൂയിങ് ദിസ്? ഓർ വൈ ഷുഡ് ഐ ഹൗ ഷുഡ് ഐ ഡു ഇറ്റ്? ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഇനി ഞാനിത് എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജസ്റ്റ് വെറുതെ റാൻഡം ചിന്ത വന്നതാണ്. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ചിന്ത വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദർ ഇസ് ഓൾവേസ് എ റൈറ്റ് ഓഡിയൻസ്. എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ദർ ആർ പീപ്പിൾ ഹു നീഡ്സ് ഇറ്റ്. അവർക്ക് വേണ്ടിയിട്ടാണ്, നോട്ട് ഫോർ എവറിബഡി. ദർ ആർ പീപ്പിൾ ഹു നീഡ്സ് ഇറ്റ്, ഐ ഷുഡ് ഡു ഇറ്റ്. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാൻ, ഞാൻ പറയുന്ന രീതിയിൽ കേൾക്കാൻ, ഞാൻ പറയുന്ന ആ സ്റ്റൈലിൽ കേൾക്കാൻ, ഞാൻ ഉപയോഗിക്കുന്ന ആ മെത്തേഡിൽ കേൾക്കാൻ അത് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഐ ഷുഡ് കണ്ടിന്യൂ. ആൻഡ് ദെൻ ദാറ്റ് ബിക്കംസ് എ പർപ്പസ്, നോട്ട് ജസ്റ്റ് എ ജോബ്. ഒരു ജോബായി മാറുന്നതിനപ്പുറത്തേക്ക് അതൊരു പർപ്പസും കൂടെ ആയി മാറുന്നു. അതൊരു നല്ല കാര്യം കൂടി ആയി മാറുന്നു. അതൊരു നല്ല ജോബും കൂടി ആയിട്ട് മാറും. ഐ വാസ് മേ ബി എൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ പലതവണ എന്താ പറയാ, ഇങ്ങനത്തെ ചിന്തകൾ ഇടയ്ക്ക് ഇങ്ങനെ വരും. വൈ ഷുഡ് ഐ കണ്ടിന്യൂ? വൈ ഷുഡ് ഐ ഡു ദിസ്? വൈ ഷുഡ് ഐ? അതായത് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനാണ് ആ ചോദ്യങ്ങൾ. അതായത് നമുക്ക് ഒന്നുകൂടെ എക്സൈറ്റഡ് ആവാൻ, നമുക്ക് ഒന്നുകൂടെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, നമ്മൾ ഒന്നുകൂടെ അതിന്റെ മീനിങ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താ പറയാ, നമുക്കൊരു പാഷൻ ഉണ്ടാകും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, ഒരു താല്പര്യം ഉണ്ടാകും. മുന്നോട്ട് പോകുമ്പോൾ എവറി ഡേ വെൻ യു ഡു ഇറ്റ്, വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ബിക്കംസ് എ മോണോട്ടണസ് ജോബ്. ഇറ്റ് ബിക്കംസ് ഒരു എന്താ പറയാ, ഇറ്റ് ക്യാൻ ബിക്കം
റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വി നീഡ് മോർ പാഷൻ. അതിലേക്ക് കൂടുതൽ പാഷൻ കൊണ്ടുവരണം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇന്നോവേഷൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ഇനി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ഓരോ ദിവസവും പുതിയ ടോപ്പിക്സുകൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഇതാണ് ഈ ചിന്തകൾക്കൊക്കെ കാരണം. ഈ ക്ലാസ്സുകൾ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഈ ക്ലാസ്സുകൾ ഇനി എങ്ങനെയും നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകാം. ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ്ഫുൾ ആവുന്ന എന്ത് കാര്യം നൽകാൻ പറ്റും, ഇതുവരെ നൽകാത്ത എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയത് എങ്ങനെ നൽകാൻ പറ്റും, ഇതിലെങ്ങനെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ എങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, പുതിയ കോഴ്സുകൾ എന്ത് കൊണ്ടുവരാൻ പറ്റും, പുതിയ കാര്യങ്ങൾ. സോ ദീസ് തിങ്സ്, ഈ തോട്ട്സുകൾ ഇങ്ങനെ എവറി ഡേ അധിക ദിവസം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ചിന്തകൾ വരും. ആ ചിന്തയിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്. വൈ ഷുഡ് ഐ കണ്ടിന്യൂ ആൻഡ് ഹൗ ഷുഡ് ഐ കണ്ടിന്യൂ, ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ഒരുപാട് വലിയ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കോ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതിലേക്കോ അല്ല. ദർ ഈസ് എ റൈറ്റ് ഓഡിയൻസ്, ദർ ഈസ് എ റൈറ്റ് പീപ്പിൾ ഹു നീഡ്സ് യുവർ ഹെൽപ്പ്. ഞാൻ ഇത് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. വൈ യു ഷുഡ് ഡു ബിസിനസ്. നിങ്ങൾ എന്തിന് ബിസിനസ് ചെയ്യണം, നിങ്ങൾ എന്തിന് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തിന് നിങ്ങൾ ചെയ്യണം. വൈ യു ഷുഡ് ഡു ഇറ്റ്? ബിക്കോസ് there are people who needs your help. നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. There are people who needs your help. നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുള്ള, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുള്ള ആൾക്കാർ അവിടെയുണ്ട്. ആ ജോലി നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനാണ്, ആ ബിസിനസ് നിങ്ങൾ എന്തിനാണ് ചെയ്യേണ്ടത്? ബിക്കോസ് there are people who needs your support, your business, your service. For them you do it, for them you continue improving it, for them you make it better. ആർക്ക് വേണ്ടിയിട്ടില്ലേ? ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടു ജോലി ചെയ്യണം, ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പാടുകൾക്ക് കഷ്ടപ്പെടണം? അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ളതിനുള്ള ഉത്തരം അത് ചെറിയ ഓഡിയൻസ് ആയിരിക്കാം, വലിയ ഓഡിയൻസ് ആയിരിക്കാം, ഒരാളായിരിക്കാം, രണ്ടാളായിരിക്കാം, ഇറ്റ് ഡസന്റ് മാറ്റർ. ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് സംബഡി, if it is useful for someone, മനസ്സിലാവുന്നുണ്ടോ? You continue doing it and you improve it, you make it better, and that's how the journey becomes beautiful. അങ്ങനെയാണ് ഈ യാത്ര എന്താവുന്നത്, മുന്നോട്ട് പോകുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത്. Okay, and otherwise you will be wasting your time. Otherwise you will be simply get bored. നിങ്ങൾ ബോറടിച്ചു പോകും. നിങ്ങൾ ചിലപ്പം വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ചെകുത്താന്റെ പണിശാല എന്ന് പറഞ്ഞതുപോലെ എന്താ പറയുക, മോശമായിട്ടുള്ള രീതിയിൽ ചിന്തകളിലേക്കോ തെറ്റുകളിലേക്കോ സംഗതികളിലേക്കോ ചിലപ്പോൾ നിങ്ങൾ പോയേക്കാം. And so do it for other people. Why you should do it? You should do it for other people. And that was the meaning I got. And not just for everyone, but the right people. There are people. So you are my people. നിങ്ങൾ ഇവിടെ എന്ന് എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ടല്ലോ. So I think നിങ്ങളാണ് എൻ്റെ എന്താ പറയാ, and I love you for that, and thank you for that. Thank you so much for coming. എന്നെ കേൾക്കാൻ ഇവിടെ വരുന്നു എന്ന് പറയുന്നതിന് thank you so much. Because എന്താ പറയാ, that means ഞാൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, എന്നെ കൊണ്ട് ഉപകാരമുണ്ട് ചില ആൾക്കാർ എന്ന ഒരു സെൻസ് ഓഫ് ഹാപ്പിനെസ്, സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ എവറി ഡേ. താങ്ക് യു സോ മച്ച്. ഐ റിയലി മീൻ ഇറ്റ്. ഫോർ യുവർ ടൈം, ഫോർ യുവർ പേഷ്യൻസ്, ഫോർ കമ്മിങ് ഹിയർ. സോ താങ്ക് യു സോ മച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ഐ അപ്രീഷിയേറ്റ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം. ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് കിട്ടുന്നുണ്ടെങ്കിൽ, and I genuinely thank you for that. I cannot take it for granted. മനസ്സിലാവുന്നു? അതൊരിക്കലും എന്താ വെച്ചാൽ ജസ്റ്റ് സിംപ്ലി ആയിട്ട് എടുത്ത് കളയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. All this is happening
It's a blessing. You are having a space in your heart for me. അതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് നിങ്ങളുടെ മനസ്സിലൊക്കെ നിങ്ങൾ ചെറിയൊരു സ്ഥാനം തന്നിട്ടുണ്ട്, ഒരു സ്പേസ് തന്നിട്ടുണ്ട്. ആൻഡ് ഡസന്റ് മീൻ ദാറ്റ് ഐ എം എ പെർഫെക്റ്റ് പേഴ്സൺ. ഐ എം നോട്ട്, ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ ഒന്നും അല്ല. ഓക്കെ, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനം എന്ത് ചെയ്യരുത്, ഒരു ഭയങ്കര ഒരു പെർഫെക്റ്റ് പേഴ്സണ് കൊടുക്കുന്ന സ്ഥാനമായിട്ട് കൊടുക്കരുത്. ദയവ് ചെയ്ത് ഡോണ്ട് ഡു ദാറ്റ്. ബട്ട് ഇറ്റ്സ് എ സ്പേസ് ഓഫ് ലവ്. ഒരു സ്നേഹത്തിന്റെ എന്തൊക്കെയോ ഉപകാരം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ എന്തോ ഒരു ഉപകാരം എന്നെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ മാത്രമുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു സ്പേസ് മാത്രം മതി. അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഇതിനപ്പുറത്തേക്ക് ഒന്നും കരുതരുത്, പ്രതീക്ഷിക്കരുത്. ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. എന്റെ ലൈഫിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അതെന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിന് അപ്പുറത്തേക്ക് എന്നെ എടുത്ത് അറിയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അപ്പൊ എല്ലാവരെയും ആ രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യാം. അതൊരു മെസ്സേജാണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. വി ഷുഡ് അക്സെപ്റ്റ്. അതാണ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചില പോയിന്റ്സുകൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. സോ മൈൻഡ് റീപ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുക? അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇനിയും മീറ്റപ്പ് നടത്തണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സുബൈർക പറയുന്നു ഹാപ്പിയാണ്. മറിയം പറയുന്നു വെരി ഹാപ്പി, സൂപ്പർ, ബൂസ്റ്റഡ്. ഓക്കെ, ചില ആൾക്കാർ ഹാപ്പി അല്ല എന്ന് പറയുന്നു. ഓക്കെ, ഒരാളെന്ന് വെച്ചാൽ തീരെ ഹാപ്പി അല്ല. ഹാപ്പി ആയിക്കോളും, ഇവിടെ ഇരിക്കും, ക്ലാസ്സിലിരിക്കും കേട്ടോ. ഹാപ്പി ആയിട്ട് റെഡി ആയിട്ട് വരും. ഡോണ്ട് വറി. നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ ഹാപ്പി അല്ല എന്നുള്ള അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ശാലിനി പറയുന്നു ഗോഡ് ബ്ലസ് യു. 100% അഗ്രി ചെയ്യുന്നു. രഹന പറയുന്നു താങ്ക് യു സോ മച്ച്. ഖദീജ മാം, ലോട്ട് ഓഫ് ലവ്. താങ്ക് യു. ആൻഡ് ദെൻ വി ഹാവ് ലൈല, യു ആർ അമേസിംഗ്ലി ഇൻസ്പയറിംഗ്. പോസിറ്റീവ് തോട്ട്സ് ഗിവ് ദം. ഓക്കെ, വെരി ഗുഡ്. സോ എനിക്ക് ഒരു താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദീസ് മെസ്സേജസ്. എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്? മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിൽ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആകുമ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. 2011 എനിക്ക് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫ് ചേഞ്ച് ആവാനുള്ള റീസൺ, ഞാൻ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരു കൂൾ ബാർ പോലുള്ള ഒരു ജോലി, അവിടെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു പയ്യനായിരുന്നു. അങ്ങനെ എൻ്റെ കരിയറും എല്ലാം അങ്ങനെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരാളാണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളായിരുന്നു. എനിക്ക് വലുതാവണം, എനിക്ക് വലുതാകുന്ന സമയത്ത് ഒരു വലിയ ജോലി വേണം, ഒരുപാട് യാത്ര ചെയ്യണം, ഒരു പല കാര്യങ്ങളും ചെയ്യണം, ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്താണെന്ന് വെച്ചാൽ സ്വപ്നം കണ്ട് നടക്കുകയാണ്. പക്ഷെ അവസാനം ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ജസ്റ്റ് ജോലി ചെയ്യേണ്ടത് അവസ്ഥ. അത് മോശമൊന്നുമല്ല, തീർച്ചയായിട്ടും എല്ലാ ജോലിയും നല്ലതാണ്. പക്ഷെ എനിക്കത് മതിയാവുണ്ടായിരുന്നില്ല. എനിക്കറിയായിരുന്നു, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു വെച്ചാൽ എനിക്കിതല്ല, ഇതിലേറെ പൊട്ടൻഷ്യൽ എനിക്കുണ്ട്, ഇതിലേറെ കഴിവ് എനിക്കുണ്ട്, ഇതിലേറെ കേപ്പബിലിറ്റി എനിക്കുണ്ട്, ഇതിലേറെ കപ്പാസിറ്റി എനിക്കുണ്ട്. അപ്പൊ അതിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ പറ്റും എന്ന് അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് കൊച്ചിയിലേക്ക് പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒരു 7 മാസത്തിന് ശേഷം തിരിച്ചു വരികയും വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തുകയും പിന്നീട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അത് തകരുകയും ചെയ്തതിനു ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എനിക്കറിയാം ഈ ചെയ്യുന്നതൊന്നുമല്ല ഞാൻ ചെയ്യേണ്ടത്, വേറെ എന്തോ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ തേടി നടക്കുന്ന സമയത്താണ് ഡോക്ടർ പി വിജയൻ സാറിന്റെ ഒരു പ്രോഗ്രാമിന്റെ പരസ്യം ഞാൻ കാണുകയും ആ പ്രോഗ്രാമിന്റെ പരസ്യം കണ്ടിട്ടെന്ന് വെച്ചാൽ ഡു യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടിട്ട് അതിലെ പ്രോഗ്രാമിന് പോവുകയും അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു വേർഡാണ് എന്നെ ശരിക്കും ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, അതായത് ഇതിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ച കാര്യമാണെന്ന് വെച്ചാല്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്കെല്ലാം എന്റെ മുൻപിൽ ബോധ്യപ്പെടുകയായിരുന്നു. മൈൻഡ് ഈസ് എവറിത്തിങ്. അദ്ദേഹം പറഞ്ഞു മനസ്സാണ് എല്ലാം. അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ബുദ്ധൻ പറയുന്നു മൈൻഡ് ഈസ് എവറിത്തിങ്, മനസ്സാണ് എല്ലാം. വാട്ട് വി തിങ്ക് വി ബിക്കം. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരും. അദ്ദേഹം പറയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരും. ഞാനത് കേട്ടപ്പോൾ ശരിക്കും എന്താ വെച്ചാല് എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു, ഇത്രയും കാലം കേൾക്കാത്തൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അങ്ങനെ ആ ഇൻഫർമേഷൻ കേട്ടു. ഒരു 1.5 മണിക്കൂർ ക്ലാസ്സിൽ ഞാൻ ഇരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സാധ്യതകളെ കുറിച്ചാണ്. അദ്ദേഹം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്താണോ സൃഷ്ടിക്കാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അതായിത്തീരും. വേറെ ഒരു സീക്രട്ടും വേണ്ട. ദാറ്റ്സ് ഇനഫ്.
ഇതിനിടയിൽ ഒരു ആളൊരു കച്ചവടം ചോദിക്കുന്നുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് ഫീ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കോഴ്സ് ഫീ വരുന്നത് എന്ന് വെച്ചാൽ 10,000 റുപ്പീസാണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്, EFT ലൈഫ് മാസ്റ്ററി കോഴ്സ്. അപ്പൊ അതിൽ ഒരു ഏർലി ബേർഡ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ടീമിനെ ബന്ധപ്പെടും, കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8086880775 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, ഏർലി ബേർഡ് ഓഫർ ഇത്രയാണ് ഉണ്ടായിരുന്നത്. എന്താ വെച്ചാൽ ഒരു 10,000 റുപ്പീസ് നിങ്ങൾ അതിൽ ഏർലി ബേർഡ് ഓഫർ പ്രകാരം 2,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇഫ് യു വാണ്ട് ടു ജോയിൻ നൗ, എനിവേ 10,000 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. എന്തായാലും ടീമിനൊന്ന് കോൺടാക്ട് ചെയ്യും. താങ്ക് യു. അപ്പൊ പറഞ്ഞു വന്നത് പോയിന്റിലേക്ക് വരാം. എന്താണ് പോയിന്റ്? ഓക്കെ, പോയിന്റ് വരുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നടക്കും. അദ്ദേഹം പറയുമ്പോൾ എനിക്കത് അൺബിലീവബിൾ ആയിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ ദ സീക്രട്ട് എന്ന് പറയുന്ന മൂവിയുടെ ഒരു CD-യും കൂടെ നമുക്ക് തന്നു. ദ സീക്രട്ട് എന്ന് പറയുന്നത് ആ മൂവി ഞാൻ ഇരുന്ന് കണ്ടിട്ട് ഞാൻ കിള്ളിപ്പോയിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇതെന്താ, ഇതൊരു എന്താണിത്? അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ശരിക്കും ഞാൻ ഷോക്കായി പോയി. ഇത്രയ്ക്കും ഈസിയാണോ, അല്ലെങ്കിൽ ഇത്രയ്ക്കും അത്ഭുതകരമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റും? നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. മനസ്സിൽ അതിനെക്കുറിച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറും, നിങ്ങളുടെ ശീലങ്ങൾ മാറും, നിങ്ങളുടെ വാക്കുകൾ മാറും, നിങ്ങളുടെ പ്രവർത്തികൾ മാറും, നിങ്ങളുടെ സുഹൃത്തുക്കൾ മാറും, എല്ലാം ചേഞ്ച് ആകും. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വാക്ക് കേട്ടിട്ട് എന്താ വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഒരൊറ്റ തീരുമാനം എടുക്കുകയാണ്. ബാത്റൂമിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട്, കാരണം ഇത്രയും അറിവ് എനിക്ക് കിട്ടിയതിന്റെ എന്റെ മുൻപിലേക്ക് ആ ഇമോഷണൽ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോകും, നോ ഡൗട്ട്. എനിക്ക് വേണ്ടത് ഇന്റർനാഷണൽ ലെവലിൽ ട്രെയിനർ ആവുക എന്നുള്ളതാണ്. ഞാൻ അതായിത്തീരും. എനിക്കറിയില്ല എപ്പോ എങ്ങനെ എന്നുള്ളതൊന്നും. ഞാനിതൊരു ഗോൾ എഴുതുന്നു. 10 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനറാകും, മറ്റു പല രാജ്യങ്ങളിലടക്കം പോയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് മാറും. എനിക്ക് അത്രേ അറിയുമായിരുന്നു. ഇതെങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഏത് വിഷയത്തിൽ ക്ലാസ് എടുക്കണം, ഇതൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് know that I wanted to become a trainer. ഇദ്ദേഹം പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ട്രെയിനർ ആവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ മൈൻഡിൽ അത് മാത്രമാണ്, വേറെ ഒന്നും, നത്തിങ് എൽസ്. I was thinking, feeling, writing, talking, seeing, nothing but about training. എല്ലാം ഇതിനെക്കുറിച്ച്, everything. To become a trainer, what should I study? എന്താ ഞാൻ പഠിക്കേണ്ടത്? I was grabbing knowledge, collecting knowledge. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക എന്നൊരൊറ്റ വാക്ക്, അതിനെക്കുറിച്ച് മാത്രം. ബാക്കി എല്ലാം മറന്നേക്കുക, ബാക്കി എല്ലാം ഒഴിവാക്കുക, ബാക്കി എല്ലാം മനസ്സിൽ നിന്ന് വിടുക. അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇവിടെ എന്ത് നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ എന്താ വെച്ചാൽ അവർക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവർക്ക് എന്താണോ വേണ്ടാത്തത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. Why you want to worry about all other things? What is happening in this world? ഈ ലോകത്ത് സംഭവിക്കുന്ന മറ്റു പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവരുത്. We should only be thinking about what we want to create. രാവിലെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ക്ലാസ് എടുക്കണം, ഈ ചിന്തയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കും, നാളത്തെ ക്ലാസ് ഞാൻ എന്തെടുക്കും? ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയാണ് എന്ന് വെച്ചാൽ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എടുക്കാനുള്ള വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണം, ടോപ്പിക്കിന്റെ കണ്ടന്റ് എനിക്ക് ഷൂട്ട് ചെയ്യണം. ഞാൻ ഇരുന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ ചിന്തിക്കണം, നാളെ ഞാൻ എന്താണ് ക്ലാസ് എടുക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തയുണ്ടാവും, നാളെ ഞാൻ എന്ത് ക്ലാസ് എടുക്കണം. ഓക്കെ, അറിവ് പകരുന്നതിനെ പറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ എന്റെ സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഗ്ലൂഡ് ആണ്, ഒട്ടിയിരിക്കുകയാണ്, കണക്റ്റഡ് ആണ്. രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങുന്നു, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മേ ബി ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ സെഷൻ, ഹീലിംഗ് തെറാപ്പി സെഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്?
I will shoot a video ഷൂട്ട് ചെയ്യുന്നു. Then what happens? ഞാൻ ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. Then I think about ഒരു ഹാബിറ്റിന്റെ കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോകാനിരിക്കുന്നു. Then come back, have breakfast and then rest. Then start working. അപ്പോഴേക്കും ടീം വരുന്നു, ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, മീറ്റിംഗ്സുകൾ നടക്കുന്നു, സെയിൽസ് ട്രെയിനിങ് ഉണ്ടാവും, മറ്റുള്ള സംഗതികൾ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ട്രെയിനേഴ്സ് മെന്റേഴ്സ് ട്രെയിനിങ് ഉണ്ടാവും. Then you have to stay connected. Then what happens? നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ? Think about your career. What do you want to achieve? What do you want to provide? What do you want to create? നമ്മൾ അധികം ആൾക്കാർക്ക് എന്ത് വെച്ചാൽ വെറുതെ പ്ലാൻ ഇല്ല, ക്ലാരിറ്റി ഇല്ല, സംഗതി ഇല്ല, ഒന്നുമില്ല. നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള മൈൻഡാണ്. ആ മൈൻഡിൽ എന്താ ഉള്ളത്? വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്ന, വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ട്രോമകളെ കുറിച്ച് ചിന്തിക്കുന്ന, വിഷമങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മൈൻഡാണുള്ളത്. ആ മൈൻഡിൽ നിന്ന് മാറിയിട്ട് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, സക്സസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. വി ഹാവ് ടു ക്രിയേറ്റ് സച്ച് കൈൻഡ് ഓഫ് മൈൻഡ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മൈൻഡ് വേണം. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. സയൻസ് പറയുന്നത് 36,000 മുതൽ 60,000 ചിന്തകൾ, സയന്റിസ്റ്റുകൾ പറയുന്നത് 36,000 മുതൽ 60,000 ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ കടന്നു പോകുന്ന ഈ ചിന്തയിലെ 80% ചിന്ത എന്താണോ അത് നിങ്ങളായി തീരും എന്നുള്ളതാണ്. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് യു നിങ്ങൾ വേറെ എന്ത് നിങ്ങൾ ചെയ്യൂ എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് യു ആർ ഫീലിംഗ് ആൻഡ് തിങ്കിങ്. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്, അതിന്റെ ഇന്റൻസിറ്റി എന്താണ്. ഇഫ് യു തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട് continuously, if you think about what you want continuously, if you think about what you want continuously, you will attract it, you will create it. വേറെ ഒന്നും വേണ്ട. ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ 36,000 മുതൽ 60,000 ചിന്തയിലെ 80% ചിന്തയും, നിങ്ങളുടെ ഒരു ദിവസത്തെ ചിന്തയിലെ 80% ചിന്തയും നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് ക്രിയേറ്റ് ചെയ്യണം. ആസ്ക് യുവർ സെൽഫ് വാട്ട് ഡു യു വാണ്ട് and decide, this is what I want and I am going to only think about this. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ എഴുതുകയുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ വായിക്കുകയുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യുള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ, കാര്യങ്ങൾ ചെയ്യുള്ളൂ. I will do nothing but this because this is going to give me the life I want. എനിക്ക് വേണ്ട ലൈഫ് തരാൻ പോകുന്നത് ഈ പ്രോജക്റ്റ് ആണ്, ഈ ബിസിനസ് ആണ്, ഈ കരിയർ ആണ്, ഈ പ്ലാൻ ആണ്, ഈ മെത്തേഡ് ആണ്, ഈ പ്രോസസ് ആണ്, ഈ ഐഡിയാസ് ആണ്. സോ ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദിസ്. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, വരീഡാവാതെ, അതിലേക്ക് ശ്രദ്ധ പോകാതെ ഐ ഷുഡ് പ്രൊട്ടക്ട് മൈ ഡ്രീം, ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് മൈ ഡ്രീം. എന്റെ ഡ്രീം ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം. Nobody is going to do it for me because nobody is going to do it for you because it's not their dream. വേറൊരാളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ഇത് അവരുടെ സ്വപ്നമല്ല, ഇത് നിങ്ങളുടെ സ്വപ്നമാണ്. It's your baby. Protect the baby. It's your career. It's your dream. It's your life. Nobody is going to come and do it for you. വേറെ ആരും വരൂല. നമ്മൾ തന്നെ എണീപ്പിക്കണം. നമ്മളെ മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മളെ വെറുത്തുകൊണ്ട് ചെയ്യണ്ട. നമുക്ക് റെഡിയാക്കാം. വൺ ബൈ വൺ നമ്മളിങ്ങനെ ഇത് ചില നേരത്ത് നമ്മളൊന്ന് ഉണർത്തണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതേ നമ്മളോട് പറയണം. ഇത് ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് വെറുപ്പ് തോന്നരുത്. നമുക്ക് ഉണരാൻ പറ്റും, എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാണ് വേണ്ടത്. ഈ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ, നമ്മളെന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊന്ന് ഷിഫ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലാവുണ്ട്? അല്ലാതെ സ്വയം വെറുക്കരുത്. ഓ, ഇദ്ദേഹം ഇങ്ങനെ, സാർ ഇങ്ങനെയാണല്ലോ ക്ലാസ്സിലൊക്കെ പറയുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ, അതല്ല ചിന്തിക്കുന്നത്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ഓർ ഡോണ്ട് കംപ്ലൈന്റ് അബൌട്ട് യുവർ സെൽഫ്. ഇന്നലത്തെ മിനിഞ്ഞാത്ത ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
You should love yourself. And it's okay. ഞാൻ ബേബി സ്റ്റെപ്പ് എടുക്കുന്നെങ്കിലും പതിയെ പതിയെ ഓരോ ഏരിയാസ് ഞാൻ ക്ലിയർ ആക്കും. ഞാനിപ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഐ ഹാവ് ടു കറക്റ്റ് ദിസ്, ഇതെനിക്ക് ഇത് കറക്റ്റ് ചെയ്യാനുണ്ട്, ഇത് കറക്റ്റ് ചെയ്യാനുണ്ട്, ഇത് കറക്റ്റ് ചെയ്യണം, ഇത് കറക്റ്റ് ചെയ്യണം, ഇത് കറക്റ്റ് ചെയ്യണം. പതിയെ പതിയെ 1 by 1 ഞാനിത് ചെയ്യും, 1 by 1 ഞാനിത് ചെയ്യും, 1 by 1 ചെയ്യും. സ്ലോലി ചിലപ്പോൾ കുറച്ച് ദിവസം എടുത്തേക്കാം, ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്ലോലി ഇറ്റ് വിൽ ബി ഡൺ. സ്ലോ ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി ഡൺ. ഇത് ചെയ്യും, ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് ആൻഡ് ഐ വിൽ ബി ഓൺ ട്രാക്ക്. ഞാൻ ട്രാക്കിലേക്ക് തിരിച്ചു വരും. ആർ യു ഔട്ട് ഓഫ് യുവർ ട്രാക്ക്? യു ക്യാൻ ബി ഓൺ ട്രാക്ക്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. യു ക്യാൻ ബി, ദിസ് പേഴ്സൺ ക്യാൻ ബി കം ട്രാക്ക്. നിങ്ങളെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ചു പിടിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി നഷ്ടപ്പെട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എന്താണ് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, യു ആർ ഗോയിങ് ടു ബി ലൈക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ആ ട്രാക്കിലുള്ള നിങ്ങളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡൗൺ ആയിരിക്കാം, ദാറ്റ്സ് ഓക്കെ. യു ക്യാൻ ബി ട്രാക്ക് അഗെയിൻ ആൻഡ് യു വിൽ ബി ഇംപ്രൂവിങ്. നിങ്ങൾ ഇംപ്രൂവ് ആയി വരും. You don't know, after 6 months, after 1 year, after 2 years, if you go like this, you will be totally different person. അടുത്തൊരു 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്, 4 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട്, you don't know where you are. ഈ നിങ്ങളെ അല്ല, നിങ്ങൾ വേറെ ലെവലാണ്. അപ്പൊ ആ ലെവലിലേക്ക് മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യണം. ആ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് ഈസ് അവർ ജേണി. ദിസ് ഈസ് അവർ ബ്ലഡി ജേണി. നമ്മുടെ ജേണിയാണ്, നമ്മുടെ യാത്രയാണിത്. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന യാത്രയാണ്. ഈ യാത്രയിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചേർന്ന് നിൽക്കുക, കൂടെ നിൽക്കുക. ജസ്റ്റ് ബി ഹിയർ എവറി ഡേ, എവറി മോർണിംഗ്. ദിസ് ഈസ് ലൈക്ക് ബ്രെയിൻ ജിം. മോർണിംഗിൽ എന്താ വെച്ചാൽ മെന്റൽ ജിമ്മാണിത്. ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി പോകുന്ന പോലെ. ആൻഡ് വെൻ യു വർക്ക് വിത്ത് അസ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് എവറി ഡേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ആലോചിച്ച് പോകുമ്പോൾ നിങ്ങൾ എത്തും, നിങ്ങൾ മാറും. നിങ്ങൾക്ക് മാറിയേ പറ്റൂ, നിങ്ങൾക്ക് വേറെ വഴിയില്ല മക്കളെ. പൊന്നു മോളെ, വഴിയില്ല. മാറല്ലാതെ വേറെ വഴിയില്ല. മാറ്റിയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? കാരണം എന്താ വെച്ചാൽ മൈൻഡിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അതൊരു പ്രത്യേക എനർജി സോണിൽ കൊണ്ടുപോയിട്ട് കുറെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേക എനർജി സോണിൽ കൊണ്ടുപോയിട്ട് ചില വാചകങ്ങൾ, ചില പ്ലാനുകൾ, ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇടിച്ചിറക്കി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ഇറ്റ് ബിക്കംസ് എ ബിലീഫ് ആൻഡ് യുവർ ബിലീഫ് വിൽ ചേഞ്ച് യുവർ ബിലീഫ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട്. ആ ഇമേജ് അങ്ങ് ചേഞ്ച് ആവുന്നതോട് കൂടിയിട്ട് യു വിൽ ട്രാൻസ്ഫോം. And that's called a mind reprogram. And that's what we are doing. We're going to do it. You have no other choice than succeed. വിജയിക്കല്ലാതെ, ഹാപ്പി ആയിട്ട് ഇരിക്കല്ലാതെ, പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യല്ലാതെ, നിങ്ങളെ തിരിച്ചു പിടിക്കല്ലാതെ വേറെ വഴി നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാണ്, ഇതൊക്കെ കുറെ കേട്ടാൽ, ഇതുപോലെ ഒരുപാട് ഞാൻ കേട്ടതാണ്, എന്നിട്ട് ഞാൻ നന്നായിട്ടില്ല, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. ഓർമ്മ തോന്നല. ഇവിടെ വന്ന് ഇരുന്നാൽ മതി, കുറേ കഴിയുമ്പോൾ നന്നാവും. അത് മാറില്ലാതെ വേറെ വഴിയില്ല. കാരണം ഇറ്റ്സ് കോൾഡ് ട്രിഗറിങ്. നിങ്ങളെ ട്രിഗർ ചെയ്യും, ഉള്ളിൽ പ്രോഗ്രാമിംഗ് നടക്കും. നിങ്ങൾ പോലും അറിയാതെ അൺകോൺഷ്യസ്ലി there are a lot of changes happening inside you. Just be here. ഇവിടെ വന്ന് ഇരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? Be here. It will give you the boost. ഇന്ന് വൈകുന്നേരം വരെ പോകാനുള്ളത് ഇവിടെ മോർണിംഗിൽ കിട്ടും. നാളെ വൈകുന്നേരം വരെ പോകാനുള്ളത് നാളെ കിട്ടും. മറ്റന്നാൾ വൈകുന്നേരം വരെ പോകാനുള്ളത് അതിന് ശേഷം കിട്ടും. അടുത്ത ദിവസം വൈകുന്നേരം പോകാനുള്ളത് കിട്ടും. എല്ലാ ദിവസവും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പോയി നിങ്ങൾ ട്രാക്കിൽ കയറും. പിന്നെ നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകും. കാരണം പിന്നെ നിങ്ങൾക്ക് നമ്മളെ വേണ്ട. കാരണം നിങ്ങൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ട്രാക്കിൽ കയറി കഴിഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞ് ട്രാക്ക് തെറ്റുമ്പോൾ തിരിച്ചു വരും. മനസ്സിലാവുന്നു? അപ്പോ മെഡിറ്റേഷൻ മുടങ്ങിയപ്പോൾ ഞാൻ എന്നെ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഓക്കെ, വീണ്ടും ഈ ക്ലാസ്സിൽ എനിക്ക് വരാൻ കഴിഞ്ഞു. താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ്. And that's what's going to happen. Trainer ആവണ കോഴ്സ് ചെയ്ത് എനിക്ക് കഴിയും. That's my goal. I will achieve. Just no doubt about that. No doubt about that. You just come back. You are going to be on track. കണ്ടിന്യൂസ്ലി ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ കൂടെ, ഇങ്ങനത്തെ ഒരു സംഗതിയുടെ കൂടെ നിങ്ങൾ ചേർന്ന് നിന്നാൽ തന്നെ മതി.
കാരണം നമ്മൾ എന്താണ് അതിരാവിലെ ചെയ്യുന്നത് അത് നമ്മളായിത്തീരും. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ എന്ത് കേൾക്കുന്നു. മൈൻഡ് റീപ്രോഗ്രാമിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് യു ലിസൺ. നിങ്ങൾ എന്ത് കേൾക്കുന്നു, എന്താണ് നിങ്ങൾ കേൾക്കുന്നത്. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യണോ നിങ്ങൾക്ക്? നിങ്ങൾ കേൾക്കുന്നത് എന്താണ് അതെന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. വാട്ട് സ്റ്റോറീസ് യു ആർ ലിസണിങ് ടു, വാട്ട് ടോപ്പിക്സ് യു ആർ ലിസണിങ് ടു, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ യു ആർ ടോക്കിംഗ് ടു. ആരുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് ഒരു ടൂൾ എന്ന് പറയുന്നത് വാട്ട് യു ആർ ലിസണിങ് എവറി ഡേ. നിങ്ങൾ എന്ത് ലിസൺ ചെയ്യുന്നു. നമ്പർ 1 ടൂൾ. നിങ്ങൾ ലിസൺ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? ഈ ലിസൺ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ലിസൺ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നത് എന്താണ്, സെൽഫ് ടോക്കിൽ നിന്ന് കേൾക്കുന്നത് എന്താണ്. സോ ടു ചേഞ്ച് യുവർ മൈൻഡ്, ടു റീപ്രോഗ്രാം യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാംഡ് ആണ്. പ്രോഗ്രാംഡ് ആയിട്ടുള്ള മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് പറയേണ്ട വാചകങ്ങൾ, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ആൻഡ് ഐ മസ്റ്റ് ഡു ഇറ്റ്, ഐ മസ്റ്റ് ഡു ഇറ്റ്. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്തിരിക്കും, ഞാനിത് ചെയ്തിരിക്കണം. ഐ ആം എ വിന്നർ, ഐ ആം എ വിന്നർ, ഐ ആം എ ചാമ്പ്യൻ. Every day tell yourself, I'm a champion, I'm a winner, I can do it. Slowly, slowly. And I love myself. I love myself. ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള വാക്കുകൾക്ക് പകരം I am okay, I am fine, I'm enough, I am safe, I am protected, I am loved, I am beautiful, I am talented, I am amazing, I love myself, I am perfect the way I am. ഞാൻ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ ഞാൻ പരിപൂർണനാണ്. ആൻഡ് ഐ ആം ഇംപ്രൂവിംഗ് ഡേ ബൈ ഡേ. ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം അമേസിംഗ്, ഐ ആം ഹെൽപ്പിംഗ് മൈസെൽഫ്, ഐ ആം ദെയർ ഫോർ മൈസെൽഫ്. ഇങ്ങനെയുള്ള ഞാൻ എൻ്റെ കൂടെയുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അമേസിംഗ് ആണ്. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഞാൻ സേഫാണ്. ഓക്കെ, എനിക്ക് ഒരുപാട് സ്നേഹം ലഭിക്കുന്നുണ്ട്. എൻ്റെ ബന്ധങ്ങളെല്ലാം നല്ലതാണ്. നല്ല ചിന്തകൾ കൊടുക്കുക, നല്ല സെൽഫ് ടോക്ക് കൊടുക്കുക. സെൽഫ് ടോക്ക് ഈസ് വൺ വേ ഓഫ് പ്രോഗ്രാമിംഗ് യുവർ മൈൻഡ്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന സെൽഫ് ടോക്ക് ചേഞ്ച് ആവണം. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് പ്രോഗ്രാമിംഗിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് റൈറ്റ് ഡൗൺ. അതാണ് അടുത്തത്. നിങ്ങൾ എന്ത് എഴുതുന്നു, എന്ത് കേൾക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് എഴുതുന്നു. ഇതാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് എഴുതുന്നത്. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ 2 രീതിയിൽ എഴുതാം. ഒന്ന് ജേർണലിംഗ് എന്ന് പറയുന്നതുണ്ട്, മറ്റൊന്ന് ജസ്റ്റ് എന്താ വെച്ചാൽ ജേർണലിംഗ് എന്ന് പറയുന്ന സംഗതി. അടുത്തത് എന്താണ്? അഫർമേഷൻസ് എഴുതാന്ന് പറയും. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ ഞാൻ ഉഷാറാണ്, ഞാൻ കഴിവുള്ളവരാണ്, ഞാൻ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമ്മളെന്ന് വെച്ചാൽ എഴുതുന്നത്, അത് എഴുതുക. മറ്റത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ എഴുതുക. ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന ചിന്തകളൊക്കെ എഴുതുക. ഇതാണ് ജേർണലിംഗ്. ഈ എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് കംപ്ലീറ്റ്ലി എടുത്ത് ഫ്രീ ആക്കി, ആവശ്യമില്ലാത്തത് എന്താണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളെ ചിന്തകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ചിന്തകൾ കുറഞ്ഞു പോകും. നിങ്ങൾ ഏതൊക്കെ ചിന്തകൾ ഒഴിവാക്കണം എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ യുവർ തോട്ട്സ്. ആൻഡ് ദാറ്റ് ഈസ് അനദർ വേ ഓഫ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. റൈറ്റ് ഡൗൺ യുവർ തോട്ട്സ്. രാവിലെ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് വെറുതെ ഇരിക്കുക. ഇപ്പൊ നല്ല മഴയല്ലേ, നേരത്തെ എണീറ്റിട്ട് കുറച്ചു നേരം ഇരിക്കുക. അല്ലെ, നിങ്ങളൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ട്. വെറുതെ നേരത്തെ എണീക്കാതെ നിങ്ങൾ ഇവിടെ ഇരിക്കൂല. നേരത്തെ എണീറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ക്ലാരിറ്റി ഉണ്ട്, അല്ലേ? അപ്പൊ നേരത്തെ ഇരുന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് പവർ അവർ എന്നാ പറയുക. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും നല്ല സമയം മോർണിംഗിലാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ സംഗതിയാണ്. നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് യു ആർ ലിസണിങ്, അല്ലെ? നമ്മൾ എന്ത് കേൾക്കുന്നു.
നമ്മൾ എന്ത് കേൾക്കുന്നു, അതേപോലെ നമ്മൾ എന്ത് എഴുതുന്നു. ഒരു പവർ അവർ കണ്ടെത്തുക. പവർ അവർ എന്ന് പറയുന്നത് ഏർലി മോർണിംഗിൽ എണീറ്റിട്ടുള്ള ആദ്യത്തെ 2 മണിക്കൂർ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയോ. കാരണം സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ മുഴുവൻ വരുന്ന സ്ഥലമാണ്. വല്ലാത്തൊരു സ്ഥലം. ഇറ്റ്സ് ലൈക്ക് ടോക്സിക്. മനസ്സിലാവുന്നുണ്ടോ? You get on that platform and you're going to consume a lot of unnecessary content. നെഗറ്റിവിറ്റി, വാർത്തകൾ, ഗോസിപ്പ്, അത് ഇത്, സിനിമ, മറ്റത് മറിച്ചത്, പോൺ, അത് ഇത്, ലൈക്ക് സെക്ഷൽ കോണ്ടന്റ്, വൾഗർ കോണ്ടന്റ്, whatever that you don't want, that is there. Because they want to feed your brain. പണ്ട് പറയാറുണ്ടായിരുന്നു പത്രം വായിക്കാൻ പാടില്ല, ട്രെയിനർമാരും കോച്ചുമാരൊക്കെ. അവരൊക്കെ പത്രം വായന നിർത്തിയെന്ന് പറയാറുണ്ട്. എന്നാൽ ആ പത്ര വായന ഇപ്പൊ എന്തായി മാറി? സോഷ്യൽ മീഡിയ ആയി മാറി. പത്രവായന നിർത്തിയാൽ നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കും. സോഷ്യൽ മീഡിയ ഉപയോഗം നിർത്തിയാൽ നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കും. സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷൻസ് പരമാവധി ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് ആവുക. ഗെറ്റ് ഔട്ട്. അവോയ്ഡ് മീഡിയ. നിങ്ങൾ ഈ വാർത്തകളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയേണ്ട വാർത്തകൾ നിങ്ങൾ അറിയും. അറിയേണ്ടത് അത്യാവശ്യമുള്ളത് ഒക്കെ അറിയും, അതല്ലാത്തതൊന്നും അറിയണ്ട. സോ ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ പ്രൊജക്റ്റും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതിലേക്ക് ഇരിക്കുക. അതല്ലാതെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. ഇറ്റ് വിൽ ബി റിയലി ഹാംഫുൾ ഫോർ യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിന് ഹാംഫുൾ ആണ്. നിങ്ങളുടെ മൈൻഡ് എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള മൈൻഡ് കറക്റ്റ് ട്രാക്കിൽ നിന്ന് തെറ്റിക്കുന്നത് അതായിരിക്കും. സോ സ്റ്റോപ്പ് വാച്ചിങ്, സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റോപ്പ് ഡിസ്കസിങ്, സ്റ്റോപ്പ് ഹാവിങ് എ കോൺവെർസേഷൻ. ഗെറ്റ് ഔട്ട് ഫ്രം ദെയർ. ദാറ്റ് ഈസ് ഡിസ്ട്രാക്ടിങ് യു. അതാണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് കൊടുക്കുന്നുവോ അതാണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. മൈൻഡിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അത് മടിയുണ്ടാക്കും, അത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും. നിങ്ങൾക്ക് അത് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. മൈൻഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വഴുതിപ്പോയിക്കൊണ്ടിരിക്കും. അതിലേക്ക് ഫോക്കസ് കിട്ടില്ല. ബിക്കോസ് വാട്ട് ഈസ് ഹാപ്പനിങ്? യു ആർ ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് യു ആർ കൺസ്യൂംഡ് വാട്ട് യു ആർ പുട്ടിങ് ഇൻ ടു യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിലേക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് കാണുന്നു, അതാണ് അടുത്ത പോയിന്റ്. വാട്ട് യു ആർ വാച്ചിങ്. നിങ്ങൾ വാച്ച് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് കാണുന്നു അത് നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യും. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലാക്കേണ്ടത് വാട്ട് യു ആർ വാച്ചിങ്. നിങ്ങളുടെ മുൻപിൽ എന്താ കാണുന്നത്? നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് കാണുന്നുണ്ട് എല്ലാ ദിവസവും. നിങ്ങളുടെ മുൻപിൽ ഒരു എന്താ പറയാ, നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ റൂമിൽ? നിങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ച് ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ വാൾപേപ്പറിൽ സ്ക്രീൻ ലോക്കിൽ നിങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നത്? അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? വാട്ട് യു ആർ വാച്ചിങ്. നിങ്ങളുടെ റൂം എങ്ങനെയാണ്? ആ റൂമിൽ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. അതല്ല ആവശ്യമില്ലാത്ത ഒരുപാട് ചപ്പ് ചവറുകളും ആവശ്യമില്ലാത്ത സംഗതികളും മാലിന്യങ്ങളും സംഗതികളും ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ലൈഫാണ്. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു ക്രിയേറ്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വിൽ ബി ഹാവിംഗ് റൈറ്റ് നൗ. ഇപ്പോൾ ആ വീട്ടിൽ, ആ റൂമിൽ, ഏത് റൂമായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സംഗതികളായിക്കോട്ടെ, അവിടെയുള്ള നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫിന്റെ എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ ഉണ്ടോ? വാട്ട് ആർ യു സീയിങ്? അതല്ല അവിടെ വെറുതെ കുറെ കലണ്ടറാണ് തൂങ്ങിക്കിടക്കുന്നത്. അതല്ല അവിടെ വേറെ കുറെ എന്തൊക്കെയോ ഫ്രെയിമാണ് തൂങ്ങിക്കിടക്കുന്നത്. വേറെ എന്തൊക്കെയോ പെയിന്റിങ്സ് ആണ് തൂങ്ങിക്കിടക്കുന്നത്. അതല്ല അവിടെ നിങ്ങൾക്കൊന്ന് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട് ടു ക്രിയേറ്റ് ആൻഡ് ആർ യു ഹാവിങ് സംതിങ് റെപ്രസെന്റിങ് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആകുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും. And what are you seeing? What are you seeing? Like, when you get out of your home, when you get out of your room, നിങ്ങൾ ദാരിദ്ര്യമാണോ കാണുന്നത്? പ്രയാസമാണോ കാണുന്നത്? നിങ്ങളുടെ വീട് ചേഞ്ച് ചെയ്യണം. ആ വീട് വൃത്തിയാക്കണം. അവിടെ ദാരിദ്ര്യം ഫീൽ ചെയ്ത്, ഉള്ളതാണെങ്കിലും ചെറുതാണെങ്കിലും അത് വൃത്തിയാക്കണം. അവിടെ ദാരിദ്ര്യവും അലങ്കോലമായി കിടക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ നിരന്തരം കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ഇൻസൈഡ് യുവർ മൈൻഡ്. ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, പ്രയാസം, പട്ടിണിയുടെ ഒരു സംഗതികളും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് അല്ലാത്ത ലൈഫിന്റെ ഒരു സംഗതി അവിടെ ഇങ്ങനെ ഇമേജ് കാണാൻ പാടില്ല. എല്ലാം ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നു. മേക്ക് ഇറ്റ് ക്ലീൻ ആൻഡ് നീറ്റ്. പരമാവധി ക്ലീൻ ആക്കി വെക്കൂ, നീറ്റ് ആക്കി വെക്കൂ. കാരണം നിങ്ങളുടെ മൈൻഡും അതുപോലെ ക്ലീൻ ആകാൻ അത് സഹായിക്കും. നിങ്ങൾ കാണുന്നത് ക്ലീൻ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള
കാണുന്ന കാഴ്ചകൾ ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. ക്ലീൻ യുവർ റൂം, നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുക. ക്ലീൻ യുവർ ബെഡ്, മേക്ക് യുവർ ബെഡ്. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നൽകും, ഒരു പോസിറ്റീവ് ആയ മെസ്സേജ് നിങ്ങൾക്ക് നൽകും. വാട്ട് ആർ യു വാച്ചിങ്? ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുക, ഡ്രസ്സൊക്കെ എന്താ വെച്ചാൽ മടക്കി വെക്കുക, ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുക, ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക. ഹാവ് എൻ ഓർഗനൈസ്ഡ് ലൈഫ്. What do you want to see? Programming. You can program your mind by changing what you are seeing. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ലൊക്കേഷൻ മാറണം നിങ്ങൾക്ക് മാറൂ. അവിടെ ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, കഷ്ടപ്പാടാണെങ്കിൽ അവിടുന്ന് മാറൂ. എന്നിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് തേടൂ. ആ ലൊക്കേഷനിലേക്ക് മാറൂ, ആ വീട് മാറൂ. നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ, അതിനെക്കുറിച്ച് ആലോചിക്കൂ. ചേഞ്ച് യുവർ എൻവയൺമെന്റ്. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല പ്രശ്നം, നിങ്ങളുടെ എൻവയൺമെന്റ് ആയിരിക്കും പ്രശ്നം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ചേഞ്ച് യുവർ ഫ്രണ്ട്സ് ടു പ്രോഗ്രാം യുവർ മൈൻഡ്. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ്, കാരണം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? ഫ്രണ്ട്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? അവരിങ്ങനെ ചുമ്മാ ടൈം വേസ്റ്റ് ആക്കുന്ന, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ വെറുതെ എൻജോയ് ചെയ്യുന്ന, അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ദുശീലങ്ങളുള്ള, ബിലോ ആവറേജ് തിങ്കിങ്, ഗോസിപ്പും മാത്രമുള്ള ലെവലിലാണോ? പ്രൊട്ടക്ട് യുവർ മൈൻഡ് ഫ്രം ദ പീപ്പിൾ. ടോക്സിക് ആവുന്ന, നെഗറ്റിവിറ്റി സംസാരിക്കുന്ന കൂട്ടുകെട്ടുകളോ, മേ ബി യു നീഡ് ടു ചേഞ്ച്. ദാറ്റ് വിൽ ആൾസോ ഹെൽപ്പ് യു ടു പ്രോഗ്രാം യുവർ. ചേഞ്ച് യുവർ എൻവയൺമെന്റ്. ചേഞ്ച് what you hear, change what you see, and change what you experience. നിങ്ങൾ എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്, അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് റൈറ്റ് ഡൗൺ, അല്ലേ, എഴുതാൻ പറഞ്ഞു. അതേപോലെ എന്താണ്, ചേഞ്ച് വാട്ട് യു റീഡ്. നിങ്ങൾ വായിക്കുന്നത് ചേഞ്ച് ചെയ്യുക. റീഡ് സംതിങ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഇപ്പോഴും ഇന്നലെയും കൂടെ എന്നോട് 5 ബുക്കുകളെ പറ്റി റെക്കമെൻഡേഷൻസ് ചോദിച്ചു ഒരാൾ. ഞാൻ 5 ബുക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തു വായിക്കാൻ വേണ്ടി. ഇരുന്ന് സമയം കണ്ടെത്തി പിടിച്ചിരുത്തിയിരിക്കാൻ, വായിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലെങ്കിൽ ഫോണൊക്കെ മാറ്റി വെച്ച് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നിങ്ങളെ പിടിച്ച് അവിടെ ഇരിക്കുക അവിടെ, എന്നിട്ട് വായിക്കുന്നു പറയും. മനസ്സിലാവുന്നുണ്ട്? എന്താ ഇരുന്ന് അങ്ങോട്ട് വായിച്ചാൽ നിനക്ക് സംഭവിക്കും? ജസ്റ്റ് ഫോഴ്സ് യുവർ സെൽഫ് സംടൈംസ്. Sometimes you have to do it. Sometimes you have to force. Sometimes you have to, like, എപ്പോഴും ചെയ്യണം എന്നല്ല ഞാൻ. Shouldn't be doing or stressing yourself. But sometimes you have to do it in a such a way. ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാം. ചിലപ്പോൾ വളരെ കമ്പാഷനേറ്റോട് കൂടി ചെയ്യും. നിങ്ങൾക്ക് ഏതാണ് വർക്ക് ചെയ്യുന്ന ആ മെത്തേഡിലൂടെ ചെയ്യും. Sometimes you take a decision like, I am going to sit here and I am going to study because I want to change my life. No other option. You sit and ഒരു കാര്യം പറയും, ഒരു ദിവസം ട്രൈ ചെയ്തു, കുറച്ച് വെച്ചു, പിന്നെയും ട്രൈ ചെയ്തു. ബട്ട് സ്ലോലി നിങ്ങൾ അവിടെ എത്തും. ഡോണ്ട് വറി. ഹാവ് ദ ഹോപ്പ്. ദാറ്റ്സ് ദ ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ലൈഫ്. ഹാവ് ദ ഹോപ്പ്. സ്ലോലി നിങ്ങൾ അവിടേക്ക് എത്തും. സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനുള്ള അടുത്ത ടൂൾ എന്ന് പറയുന്നത് വായനയാണ്. നിങ്ങൾ എന്ത് വായിക്കുന്നു, നിങ്ങൾ എന്ത് കാണുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു, അതേപോലെ നിങ്ങൾ എന്ത് വായിക്കുന്നു. അടുത്തത് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ, അല്ലെ, അപ്പൊ വായിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബുക്കുകളുണ്ട്? പറ്റുമെങ്കിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഭയങ്കര പവർഫുള്ളാണ്. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂജ് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ട് ബുക്ക് നിങ്ങൾ വായിച്ചു നിങ്ങളുടെ കിളി പറന്നു പോകും. നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് റീഡ് ദാറ്റ് ബുക്ക്. അമേസിംഗ് ബുക്ക്. ഇറ്റ് വിൽ ചേഞ്ച് യു ലൈക്ക്. അത് പറയുന്ന പോലെ തന്നെ സീക്രട്ട് ആണ്, എല്ലാത്തിന്റെയും സീക്രട്ട് ആയിട്ട്. റൊണ്ടാ ബൈറൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയക്കാർ എഴുതിയിട്ടുള്ള അവർ കുറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അതാണ്. ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു. ദിസ് ഈസ് സീക്രട്ട്. ഓക്കെ. അവർ പിന്നെ എഴുതിയിട്ടുള്ള ബുക്കാണ് മാജിക്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഭയങ്കര പവർഫുൾ ആണ് ഈ സാധനം. ദെൻ ദ പവർ.
അപ്പോ ഭയങ്കരമായിട്ടുള്ള ബുക്കുകളാണ് ഈ ബുക്കുകളൊക്കെ. പിന്നീട് ബുക്കുകൾ, അവരുടെ തന്നെ വേറെ കുറെ ബുക്കുകൾ. സോ ദ സീക്രട്ട്, ഹൗ ദ സീക്രട്ട് ചേഞ്ച് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ബുക്സ് യു ക്യാൻ റീഡ്. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ബുക്കാണ്. ദ പവർ ഓഫ് തിങ്കിങ് ബിഗ്, ബ്രെയിൻ ട്രേസ് ചെയ്തിട്ടുള്ള ബുക്കുകൾ. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. വേറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മറ്റുള്ള കുറേ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, സ്റ്റാർട്ട്, സിറ്റ് ഡൗൺ ആൻഡ് റീഡ്. ചില ആൾക്കാർക്ക് വായിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവും, പക്ഷെ നിങ്ങൾ മനസ്സിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാറ്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എക്സാമിന് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾക്കെതിരെ വടിയെടുത്താൽ നിങ്ങൾ അനുസരിക്കും. ഇരുന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കും. ആവശ്യമുണ്ടെങ്കിൽ എന്തും പഠിക്കും, എന്തും വായിക്കും, എന്തും പ്ലാൻ ചെയ്യും, എന്തും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ്. ഇതിനെല്ലാത്തിൻ്റെയും മലയാളം അവൈലബിൾ ആണ്. യെസ്, മലയാളം ബുക്സ് അവൈലബിൾ ആണ്. അതൊക്കെ മലയാളത്തിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ പുസ്തകങ്ങൾ അധികവും മലയാളത്തിൽ അവൈലബിൾ ആണ്. സോ ബുക്ക് സ്റ്റാളിൽ പോവുക, വായിക്കുക. ചേഞ്ച് യുവർ ലൈഫ്, ടേക്ക് എ ഡിസിഷൻ. അതാണ് അടുത്ത പറയാനുള്ളത്. തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്. വെൻ യു മേക്ക് ഡിസിഷൻസ് എടുക്കുമ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കും. കംപ്ലീറ്റ്ലി യു വിൽ ബി ചേഞ്ചിങ് ആൻഡ് ട്രാൻസ്ഫോമിങ്. മനസ്സിലാകുന്നു? പതിയെ പതിയെ നിങ്ങൾ എന്താ വെച്ചാൽ ആ ട്രാക്കിലേക്ക് വരും. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഡൂയിങ്, അണ്ടർസ്റ്റാൻഡ് വേർ യുവർ ലൈഫ് ഈസ് ഗോയിങ്, അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ ഗോൾ. ഗോള് ഉള്ളതിന്റെ ആ ഒരു പ്രാധാന്യം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന്റെ പ്രാധാന്യം. കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് തരുന്നത്. നിങ്ങൾ എന്തിനു നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കണം? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അതായി മാറണം? നിങ്ങൾക്ക് പണം തരുന്നത് നിങ്ങളുടെ മക്കളെ നോക്കാനുള്ള, നിങ്ങളുടെ കുടുംബത്തെ നോക്കാനുള്ള, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ വരുമാനവും തരുന്നത് ദിസ് ഗോൾ, ഈ ഗോളാണ്, ഈ ലക്ഷ്യമാണ്, ഈ സ്വപ്നമാണ്, ഈ ആഗ്രഹമാണ്, ഈ കാര്യങ്ങളാണ്. സോ സുൽഫിയ പറയുന്നു, ഐ ലാക്ക് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റീസ്. നോ, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി കുറവാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. കുട്ടി ഈ ക്ലാസ്സിലേക്ക് വന്നത് ഡിസിഷനാണ് അല്ലേ? സുൽഫി എന്താണ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്? എങ്ങനെയാണ്? ഒരു ഡിസിഷൻ എടുത്തിട്ടാണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇല്ല എന്നൊന്നും പറയല്ല. വലിയ ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അത് ചെറുത് എടുത്ത് പതിയെ അതിലേക്ക് എത്തിക്കോളും. നിങ്ങളൊക്കെ ഓൾറെഡി വലിയ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. വിവാഹം കഴിച്ചിട്ടുണ്ടോ സുൽഫിയ? അതിലും വലിയ ഡിസിഷൻ ഒന്നും വേറെ ഇല്ല അല്ലെ? കഴിച്ചവരോട് ചോദിച്ചാൽ മതി. ഹൗ, വല്ലാത്ത ഡിസിഷൻ ആയിപ്പോയി. സോ വിവാഹം കഴിച്ചിട്ടുണ്ട് സുൽഫിയ. സോ യു ഹാവ് ടേക്കൺ ഡിസിഷൻ. സോ ഡോണ്ട് വറി. സോ നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന വിജയിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി സ്കില്ലുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ മാത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് സെയിൽസ് സ്കില്ലുണ്ട്. അത് നിങ്ങളുടെ കുട്ടികളെടുത്താൽ നിങ്ങൾക്ക് കൺവിൻസിങ് സ്കില്ലുണ്ട്. അത് കുട്ടികളെടുത്താൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പുതിയൊരു പ്ലാറ്റ്ഫോമിൽ പുതിയ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. പുതിയ അളവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. യെസ് ഓർ നോ? You are using everything. So don't tell me that you are not doing it. So when you take decisions, you change. ആ ഡിസിഷൻ എങ്ങനെ എടുക്കുന്നത്? അങ്ങ് എടുക്കലാണ്. അത് മാറുകയാണ്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എങ്ങനെ അവിടെ എത്തും എന്നുള്ളത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അറിയണം എന്ന് ചിന്തിക്കരുത്. അതിന്റെ ആവശ്യമില്ല. You don't need it. അതിന്റെ ആവശ്യമില്ല. എനിക്ക് അപ്പം കിട്ടിയാൽ മതി, കുഴി എത്രയുണ്ടെന്നുള്ളത് എനിക്ക് അറിയണ്ട, എണ്ണണ്ട. ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഞാൻ അവിടെ എത്തും. എങ്ങനെ ഞാൻ അവിടെ എത്തും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ എത്തും. അവിടെ എത്തും. ദാറ്റ്സ് ഇറ്റ്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അപ്പോഴും പിന്നെയും ചിന്തിക്കും, എന്നാലും ഞാൻ അവിടെ എങ്ങനെ എത്താം? ഒരു എന്നാലും വേണ്ട, അവിടെ എത്തും.
അപ്പൊ ഇനി എന്നാലും ചിന്തിക്കുന്നതിന് കാരണം എന്താ? നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ആണ്. ഞാൻ കഴിവില്ലാത്തവനല്ലേ, ഞാൻ പരാജയപ്പെട്ടവനല്ലേ, ഞാനിങ്ങനെ. ഇതെല്ലാവരും എത്തുന്ന സ്റ്റേജാണ്. ഈ ഇരിക്കുന്ന ഞാനടക്കം നമുക്ക് വല്ലാണ്ട് പ്രതിസന്ധികളൊക്കെ വരുമ്പോണ്ടല്ലോ, നമുക്ക് തോന്നിപ്പോകും, പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ തോന്നിപ്പോകും അങ്ങനെ. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും അല്ല. കാരണം നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരുവോടോ? നിങ്ങൾക്ക് തിരിച്ചു വരാണ്ടിരിക്കാൻ പറ്റൂലടോ. കാരണം യു ആർ ബോൺ ടു വിൻ. യു ആർ എ ബ്ലഡി വിന്നർ ഓൾറെഡി. നിങ്ങൾ വിജയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, വിജയിച്ച വ്യക്തിയാണ്. കാരണം നിങ്ങളുടെ മാതാവിന്റെ അണ്ടത്തിൽ നിന്ന്, പിതാവിന്റെ ബീജത്തിൽ നിന്ന് ഒരുപാട് ബീജങ്ങള് മത്സരിച്ചിട്ട്, ലക്ഷക്കണക്കിന് ബീജങ്ങൾ മത്സരിച്ചിട്ട് ആ അണ്ടത്തിൽ, മാതാവിന്റെ അണ്ടത്തിൽ പറ്റിപ്പിടിച്ച് വിജയിച്ച ഒരേ ഒരു ബീജം നിങ്ങളാണ്. അപ്പൊ ഓൾറെഡി ജയിച്ചിട്ട്, പൊരുതി ജയിച്ചിട്ട് വിൻ ചെയ്ത് വന്നിട്ടുള്ള വിന്നറാണ്. യു ആർ എ ബോൺ വിന്നർ. സോ ഡോണ്ട് ടെൽ മീ യു ഹാവ് ദാറ്റ് വിന്നിങ് എലമെന്റ് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിന്നിങ് ഫാക്ടർ ഉണ്ട്, എലമെന്റ് ഉണ്ട്, നിങ്ങൾ ആ സ്പാർക്ക് ഉണ്ട്, ആ ഫയർ ഉണ്ട്. യു ആർ എ ബ്ലഡി വിന്നർ. സോ don't tell me that you cannot do that, you cannot be that, you cannot change that. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫെയിലിയർ ആണ്, നിങ്ങൾ മോശമാണ്, നിങ്ങൾക്ക് നടക്കില്ല എന്നുള്ളത് എന്നോട് പറയണ്ട. കാരണം ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു പോകുമ്പോണ്ടല്ലോ, നമ്മളൊരു മാനസികാവസ്ഥയിലേക്ക്, ഒരു പാനിക് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. I was few months ago, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളൊക്കെ ചിന്തിച്ച പോലെ ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്, ശരിക്കും തകർന്നു പോയിട്ടുണ്ട്, ശരിക്കും എന്ത് ചെയ്യും, ഇനി എന്നെ കൊണ്ട് പറ്റുമോ? ഐ ലോസ്റ്റ് എവറിഥിങ്. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ മുൻപിൽ ഇരുന്നു. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നോക്കിയിട്ട് അവൻ ഷോക്കായി പോയി. പറഞ്ഞു, ഇത് നീയാണോ? ഷാഫി, എന്ത് തന്നെ സംഭവിച്ചാലും നീ പേടിക്കണ്ട, നീ തിരിച്ചു വരും. അവൻ പറയുമ്പോ എനിക്ക് വിശ്വാസമില്ല, അവന് ഭയങ്കര വിശ്വാസം. ഞാൻ ചിന്തിക്കുന്നത്, ലൈക്ക്, നീ എങ്ങനെ തിരിച്ചു വരും? ഞാൻ എങ്ങനെ തിരിച്ചു വരും? എനിക്ക് കഴിയില്ല, ശരിക്കും എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ലൈക്ക്, ഐ ഡോണ്ട് തിങ്ക് സോ. എന്റെ സെൽഫ് ഇമേജ് ശരിക്കും തകർന്നു. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, എന്റെ പഴയ എന്നെ കാണാൻ പറ്റുന്നില്ല, ഈ എന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. This me was lost. And I'm telling you, don't worry baby, you're gonna be fine. തിരിച്ചു വരാൻ പറ്റും. വിശ്വാസം ഉണ്ടാവില്ല. എങ്ങനെ തിരിച്ചു വരും? എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ എങ്ങനെ പോവാം? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, you will come back. Have faith. അവിശ്വാസം വേണ്ടത്. Okay? Never lose hope. And if you need help, reach out. If you need, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വരുന്നില്ലെങ്കിൽ, talk to people. Ask them. Tell them. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Can you talk to me 5 minutes? ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, can I do it again? ഞാൻ അവരോട് ചോദിച്ചു, എനിക്കറിയില്ലടാ ഞാൻ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് എനിക്കറിയില്ല. I just asked them. And then അവരെല്ലാവരും പറഞ്ഞത്, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്കും. Don't worry about what happened. എന്ത് സംഭവിച്ചു, എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് ആ കാര്യങ്ങളിലേക്ക് നോക്കും. അപ്പോഴും അവർക്ക് വ്യക്തമായിട്ടൊന്നും പറഞ്ഞുതരാൻ കഴിയുന്നില്ല, ആർക്കും കഴിയില്ല. നമ്മളുടെ ജേർണി നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഭയം വരുമ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമുക്ക് ഭയം വരികയാണ്, നമ്മളെന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത്, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഹയർ പവറിനോട് പറയുകയാണ്. എന്ന് വെച്ചാൽ മനസ്സിന് നഷ്ടപ്പെട്ട മൈൻഡ് ഒന്ന് തിരിച്ചു കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും പവർഫുൾ ആയ സംഗതിയാണ് പ്രയർ. ബ്രിങ് ബാക്ക് ദാറ്റ് ഹോപ്പ്. ചോദിക്കുകയാണ്, പ്രപഞ്ച ശക്തിയോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്, പ്രപഞ്ചനാഥനോട് ചോദിക്കുകയാണ്, പ്ലീസ് ഗിവ് മീ ഹോപ്പ്, ഗിവ് മീ സം ഹോപ്പ്.
Put some hope, some spark there. Please do it. And there will be some spark, some hope, some light. അവിടെ ഉണ്ടാവും. അത് വരും. ചിലപ്പോൾ വീണ്ടും 2 ദിവസം കഴിഞ്ഞാൽ പോകും. അപ്പൊ വീണ്ടും ചോദിക്കുക, വീണ്ടും വരുത്തുക, വീണ്ടും വരുത്തുക, വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും സംസാരിക്കുക, വീണ്ടും സംസാരിക്കുക, വീണ്ടും സംസാരിക്കുക. Then like, you just do it and 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 finally you'll be taught. ഈഗോ മാറ്റി വെച്ചിട്ട് ask help. And everything happened is for a good reason. നിങ്ങൾക്ക് സംഭവിച്ചതെല്ലാം നല്ലതിന്. To rebuild you in a stronger way, in a better way, to make you a humble person. ഒരു ഹംബിൾ ആയിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചതെല്ലാം സംഭവിച്ചത്. ഓക്കെ? ശരിക്കും നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നടക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം? രത്നം പറയുന്നു ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ആത്മവിശ്വാസം വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എ സൈൻ. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇവിടെ വന്നിരുന്നത് വിശ്വസിച്ചു, ഇതൊരു അടയാളമാണ്. നിങ്ങൾ വിജയിക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തിയത് അതിനാണ്, വളരാൻ, വിജയിക്കാൻ, ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾ എവിടെയാണെന്നുള്ളത് മറിയിടാവണ്ട. ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ റൈറ്റ് നൗ, ബട്ട് തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു നല്ല വീട്, അതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുക. ഈ ക്ലാസ്സിലുള്ള എല്ലാവരും നല്ല വീട്ടിൽ ജീവിക്കണം, നല്ല വീട്ടിൽ ജീവിക്കണം. അബണ്ടൻസ് ഉള്ള, ദാരിദ്ര്യമില്ലാത്ത, പ്രയാസമില്ലാത്ത നല്ല വീട്ടിൽ ജീവിക്കണം. ഒരു നല്ല വാഹനം, കുറച്ച് സ്ഥലം, കുറച്ച് സമ്പത്ത്, ഒരുപാടൊന്നും വേണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരളവിൽ. ഇനി ഒരുപാട് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത്. whatever you desire, think about it, visualize it, you are having it. നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. And that will manifest in your life. Believe in it, believe in it, believe in it, believe in it. അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും ആശയങ്ങളോ ഐഡിയകളോ വരുമ്പോൾ അത് വരും. നിങ്ങൾ ആരാണ് എന്നുള്ളത് പ്രധാനമല്ല. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ യു ആർ നൗ, ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ മച്ച് എഡ്യൂക്കേഷൻ യു ഹാവ്, ഇറ്റ് ഡസന്റ് മാറ്റർ വെദർ യു ക്യാൻ റീഡ് ഓർ റൈറ്റ്, ഈവൻ സ്പീക്ക്, ഈവൻ സീ. നിങ്ങൾക്ക് കാണാൻ കഴിയുമോ, കേൾക്കാൻ കഴിയുമോ, സംസാരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എഴുതാൻ കഴിയുമോ, വായിക്കാൻ കഴിയുമോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. തീവ്രമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹം തീവ്രമാണെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിൽ കിടന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ തീപ്പൊരിയായിട്ട് ഇങ്ങനെ സ്പാർക്കായിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ, നോ ഡൗട്ട് ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ്. അത് സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കും. വിശ്വസിക്കണം, വിശ്വസിക്കണം, സംഭവിച്ചിരിക്കും. എങ്ങനെയാന്നുള്ളത് ആലോചിക്കണോട്, അതിനുള്ള വഴി തെളിയോട്. അതിനു വേണ്ട വ്യക്തികൾ വരും, അതിനു വേണ്ട ആൾക്കാർ വരും, അതിനു വേണ്ട അറിവ് വരും, അതിനു വേണ്ട വഴി തെളിഞ്ഞു വരും, അതിനു വേണ്ട അവസരങ്ങൾ വരും, അതിനു വേണ്ട സംഭവ വികാസങ്ങൾ സംഭവിക്കും. അത് നടക്കും. അപ്പൊ പറയും, ഡാ മോനെ, രംഗൻ ചേട്ടൻ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അത് കാണും, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോ ഈ പറഞ്ഞതുപോലെ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈഫ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല, ഇമാജിൻ ചെയ്യാൻ വേണ്ടി. ശരിക്കും പറയാനുള്ളത്, നിങ്ങളിപ്പോ വിശ്വസിക്കേണ്ട, പക്ഷെ നിങ്ങൾ ഈ യാത്രയിൽ വിശ്വസിക്കും. ഈ ക്ലാസ്സുകൾ കേൾക്കുക, നിരന്തരം കൂടെ പറ്റുന്നവരെ കൂടെ കൂട്ടുക, മോർണിംഗിൽ കേട്ട് മുന്നോട്ട് പോകുക. ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. മനസ്സിലാവുന്നുണ്ട്? എങ്ങനെ എന്നുള്ളത് ചോദിക്കണം, അത് വഴിയുണ്ടാകും. വഴികൾ ഓരോന്നും നിങ്ങളിലേക്ക് ആശയങ്ങളായിട്ട്, അറിവുകളായിട്ട് വരും. അപ്പോൾ
ആ ആശയങ്ങളെ, അറിവുകളെ സ്വീകരിക്കുക, അതിനെ ട്രസ്റ്റ് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക, മാറ്റിയെടുക്കുക, വിശ്വസിക്കുക, അന്ധമായിട്ട് വിശ്വസിക്കുക. ഏറ്റവും കൂടുതൽ റിസൾട്ട് ആർക്ക് കിട്ടുമെന്ന് അറിയാം? അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ്. ഓക്കെ, നോക്കിക്കോ. 5 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും പറയും, 2 വർഷം കഴിയുമ്പോൾ, 3 വർഷം കഴിയുമ്പോൾ, ശരിക്കും ഞങ്ങളെ മാറ്റിക്കളഞ്ഞു പറയും, ഞാനാകെ മാറിക്കഴിഞ്ഞു പറയും. എത്ര ആൾക്കാർ മാറിയിട്ടുണ്ടെന്ന് അറിയും. ഇന്നിപ്പം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാള് റാസിഖ് എന്ന് പറയും. അവൻ ഇന്ന് UK-യിൽ ലൈക്ക് യൂറോപ്പ് ട്രിപ്പിലാണ്. കഴിഞ്ഞ വർഷം അല്ല, ഈ വർഷം അവനൊരു ബെൻസ് ഐ തിങ്ക് ബെൻസ് C-ക്ലാസ്സോ ഏതോ E-ക്ലാസ്സോ ഏതോ കണ്ടിട്ട് ബുക്ക് ചെയ്ത് വാങ്ങിച്ചു. അതിനുശേഷം യൂറോപ്പിലേക്ക് യാത്ര ചെയ്തു. അവൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഹി വാസ് നത്തിങ്, എവറിത്തിങ് വാസ് നോട്ട് ദെയർ. നമ്മൾക്ക് അറിയില്ല വഴികൾ എവിടുന്ന് വരും. നമ്മൾ ഓപ്പൺ അപ്പ് ആവണം, അലോ ചെയ്യണം. നമ്മളെ അലോ ചെയ്യണം. അബണ്ടൻസിന് നമ്മൾ അലോ ചെയ്യണം. വഴികൾ തുറന്നു വരുന്ന അബണ്ടൻസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അലോ ചെയ്യും, ഓപ്പൺ ചെയ്തു. The right people will come and right things will happen and we will reach there, we'll go there. So let that happen in your life. മറക്കരുത്. അതിനു വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു കോഴ്സ് വന്നിട്ടുണ്ടാവുക. ഏത് കോഴ്സ്? നമ്മളുടെ EFT കോഴ്സ്, EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് നിങ്ങളുടെ മുൻപിലേക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. കാരണം ഈ കോഴ്സിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ബ്ലോക്കുകളെ റിമൂവ് ചെയ്ത് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മുടെ മൈൻഡിലേക്ക് എന്താ വെച്ചാൽ ആ ചേഞ്ച് കൊണ്ടുവരുന്ന സംഗതി. സോ കം ആൻഡ് അറ്റൻഡ്. പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും. പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ആ മെസ്സേജ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ ടീം മെമ്പേഴ്സ്. അപ്പോ അതെ, പൗലോ കോയ്ലോ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ, തീവ്രമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുന്നവൻ. എങ്ങനെയാണ് നടക്കും? ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ നടക്കും. പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 8086880775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 8086880775 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വിളിക്കാം. നമ്മുടെ EFTയുടെ കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വരുന്നിട്ട് എന്ന് വെച്ചാൽ 30 ഡേയ്സ് കോച്ചിങ് ആണ് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന തരത്തിലേക്ക്. എല്ലാ ദുശീലങ്ങളും വിട്ട്, എല്ലാ നല്ല രീതിയിലേക്ക്, എല്ലാ പ്രയാസങ്ങളും വിട്ട് നിങ്ങൾ ചേഞ്ചായി ബെറ്റർ ആയിട്ട് വരുന്നൊരവസ്ഥ, അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പ്രോഗ്രാമിലേക്ക് വരിക, മറക്കരുത് കേട്ടോ. EFT ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരിക. ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ. ഹോപ്പ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഷെയറായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ശരിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഓക്കെ, ഒന്ന് ഫീഡ്ബാക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് പിരിയാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. What is your feeling? Come on. Yeah, it's a wonderful feeling. Wonderful feeling. Okay. It's a wonderful experience. Thank you. hello, sir. Thank you. പറഞ്ഞോളൂ. I'm Munir from Kasaragod. Yeah. പറഞ്ഞോളൂ. ആരാണ്? അറിയാൻ വാക്കുകളിൽ അത്രയും അമേസിംഗ് ആണ്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. ഗ്ലാഡ്. വേറെ ആരോ സംസാരിക്കും? ഹലോ സർ, ഞാൻ സാറ് പറഞ്ഞതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു കാര്യം പറയട്ടെ. സാറ് പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വിഷ്വൽ ബോർഡ് തയ്യാറാക്കിയിട്ട് എന്റെ റൂമിൽ ഒട്ടിച്ചു. പിന്നെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എനിക്ക് കുറച്ച് സമയം ഇൻചാർജ് ആയിട്ട് കിട്ടിയിരുന്നു. അതിന്റെ ബാക്കിൽ ഞാനൊരു അധ്യാപികയാണ്. അപ്പം ഒരു 3 നില കെട്ടിടമായിരുന്നു എന്റെ ഒരു ഡ്രീം ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൃത്യം അത് ശരിക്കും ഞാൻ വിഷ്വലൈസ് ചെയ്തു. അത്ര സ്ട്രോങ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് ഇതുപോലെ സെയിം ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉള്ള ഒരു സ്കൂളിലേക്കാണ്. അതും ഇവിടെ ആ ഒരു സ്കൂളിലേക്ക്. ഞാൻ LP സ്കൂൾ അധ്യാപികയായിരുന്നു. ഞാൻ UP സ്കൂൾ HM ആയിട്ടാണ് ഇപ്പൊ പ്രൊമോട്ടഡ് ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. സാറ് ആ പറഞ്ഞ വിഷ്വൽ ബോർഡിന്റെ ഒരു എഫക്ട് ഒത്തിരിയാണ്, ഒത്തിരി പവർഫുൾ ഉള്ളൊരു സംഭവമാണ്. താങ്ക് യു സർ. എനിക്ക് അങ്ങനെ ഒരു എന്റെ പേര് ഷിബിലി എന്നാണ്. ഞാൻ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് നിന്നാണ്. ഷിബിലി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇതേപോലെ ആർക്കെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യാനുണ്ടോ?
നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഇതിനു മുൻപ് ഷിബിലി നമ്മുടെ ക്ലാസ്സുകൾ എന്നാ കേട്ടിരുന്നത്? ഞാന് EFT മാസ്റ്റർ കോഴ്സ് ചെയ്തിട്ടുണ്ട്. 4th ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു അന്ന്, കടവ് റിസോർട്ടിൽ വെച്ചിട്ട്. അതിനുശേഷം സാറിന്റെ ക്ലാസ്സില് ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ള പ്രോഗ്രാമിലും ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം മിക്കവാറും ഒക്കെ മോർണിംഗിൽ സാറിന്റെ ക്ലാസ്സസ് കേൾക്കാറുണ്ട്. അപ്പൊ വിഷ്വൽ ബോർഡ് ക്രിയേഷൻ ആണ് എന്നെ ശരിക്കും എന്നിൽ ഒരു ചേഞ്ചസ് വരുത്തിയത്. ഇപ്പോഴും ഞാൻ ഇനി അടുത്ത വിഷൻ നാഷണൽ അവാർഡാണ് എന്റെ ഒരു വിഷൻ. അതിലേക്കുള്ള ഒരു വിഷ്വൽ ബോർഡ് തയ്യാറാക്കാനുള്ള ഒരു ശ്രമമാണ്. നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഗ്ലാഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെല്ലാം അട്രാക്ട് ചെയ്യട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ ഉണ്ടാവട്ടെ. ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി? സൂപ്പർ ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അടിച്ചു പൊളിക്കുക കേട്ടോ. ഇന്നത്തെ ദിവസം വേറെ ലെവലിലേക്ക് പോട്ടെ, എനർജി ഇങ്ങോട്ട് പറക്കട്ടെ. ഓക്കെ, ഹയർ വൈബ്രേഷനിൽ നിൽക്കട്ടെ. ശരിയെന്ന്. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you very much. You're welcome. You're welcome. Thank you so much.